തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനം IHT കോളേജിൽ വൃക്ഷത്തൈ വിതരണവും പ്രതിജ്ഞയും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് JCI തിരൂരും ഓയിസ്ക ഇന്റർനാഷണൽ തിരൂരും സംയുക്തമായി തിരൂർ കേരള സ്റ്റേറ്റ് റുട്രോണിക്സ് പഠന കേന്ദ്രമായ IHT കോളേജിൽ വിപുലമായ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ വിതരണവും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും നടന്നു. IHT കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. നാം വസിക്കുന്ന ഭൂമി നമുക്ക് മാത്രമല്ല, വരും തലമുറക്കും കൂടി സംരക്ഷിക്കേണ്ട ഒരു ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഉണർത്തുകയാണ് ഈ ദിനം. ഇതിനെല്ലാം നമുക്കൊരു പരിഹാരം എന്നുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് ഒരു വൃക്ഷത്തായി നടുക എന്നുള്ളത്. ഇന്ന് ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിലെ തിരൂരിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഷ്റഫ് ചേളാടനാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സമീർ സാർ നിങ്ങൾക്ക് ഈ വൃക്ഷത്തൈകൾ നൽകുന്നു, അതിനെ പരിപാലിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നു. മാത്രവുമല്ല അതിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം ഓഫർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയെ ഞാനിവിടെ അനുമോദിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കലാ സാംസ്കാരിക മേഖലയിലുള്ള പരിസ്ഥിതി മേഖലയിലുള്ള പ്രവർത്തകർ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. പ്രകൃതി ദുരന്തം, വിനാശകരമായ ജീവിത രീതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു വൃക്ഷത്തൈ നടാം. ഒന്നാക്കണ്ട, ഇവിടുന്ന് തരുന്നത് മാത്രമാക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളുടെ വീടും പരിസരവും ഒരു പരിസ്ഥിതി സ്നേഹ ഉറവിടമാക്കി കഴിഞ്ഞാൽ, ഒരു വൃത്തിയുള്ള വീട്, മരങ്ങളുള്ള ചുറ്റുപാട്, അത് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. JCI തിരൂർ പ്രസിഡന്റ് അഷ്റഫ് ചേളാടൻ അധ്യക്ഷത വഹിച്ച പരിപാടി തിരൂർ ആയുർവേദശാല അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ MT ബീന ഉദ്ഘാടനം ചെയ്തു. തറവാട് തനിക്ക് പുൽകളും ചെടികളും പൂക്കളും പുഴുക്കളും തന്നെ കുടുംബക്കാർ, താഴ്മദാനൻ അഭ്യുന്നതി എന്നൊരു വരികളുണ്ട് അല്ലേ? അതിൽ പറഞ്ഞ ആവാസ വ്യവസ്ഥ തന്നെയാണ്. സംരക്ഷിച്ച് അതിൽ നിന്നുള്ള പൂക്കളും കായ്കളും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, മണ്ണൊലിപ്പ് തടയുക, ഇതൊക്കെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. അപ്പം പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണോ? അല്ല. നമ്മൾ കുറേ ചപ്പുചവറുകൾ മണ്ണിലേക്ക് എറിയും അല്ലേ? കവറുകൾ, അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ എല്ലാം നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ പറയും, ഈ സാലെ മദ്രാസ് ചെയ്യുന്ന അവർ പറയും, മറ്റൊരു നാട്ടിലും ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അവരൊന്നും ഈ വേസ്റ്റ് മാലിന്യങ്ങളൊന്നും തന്നെ അവർ ചുറ്റുപാടിലേക്ക്, നമ്മുടെ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാറില്ല. അതിനൊക്കെ അവർ ഓരോ ഉറവിടങ്ങളും അതിന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം അവർ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് ഭൂമിക്ക് വേണ്ടി പല ദിനങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് ഇന്ന് വേൾഡ് എൻവയോൺമെന്റ് ഡേ, എന്നുവെച്ചാൽ ലോക പരിസ്ഥിതി ദിനം. 1972 യുണൈറ്റഡ് നേഷൻസ് ഇത് ആഗോളമായി വേൾഡ് വൈഡിൽ ഇത് അംഗീകരിച്ച ദിവസം. പക്ഷെ 1973 മുതലാണ് നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും IHT കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തരുന്ന എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ സമൂഹത്തില് വിവിധ തരങ്ങളായി നമ്മൾ ജീവിതം ശൈലി കൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കാരണം എങ്ങനെ നമ്മളെ സമൂഹത്തോട്, നമ്മളെ കുടുംബത്തോട്, നമ്മളെ രാഷ്ട്രത്തോട് എന്തൊക്കെ നമുക്ക് പ്രതിബദ്ധതയുണ്ട്, അതൊക്കെ പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് വളരെ ദുർലഭം കോളേജുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോഴേ നിങ്ങളെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങളെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾ എങ്ങനെ നമ്മുടെ സമൂഹത്തോട് എങ്ങനെ കടപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ പ്രകൃതിയോട് എങ്ങനെ നിങ്ങൾ സമരപ്പെടണം. ഈ ഭൂമിയുടെ
സംരക്ഷകൻ എന്ന നിലയിൽ എന്റെ കടമകൾ ഞാൻ നിർവഹിക്കുമെന്നും ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു നാളേക്കായി ഞാൻ നിലകൊള്ളും. 26 കൊല്ലം മുന്നേ 2000 അങ്ങനെ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വിശ്വസിക്കില്ല. കാരണം വട്ട് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അത് നാട്ടുകാർക്ക് അങ്ങനെ നശിപ്പിക്കലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഒരു സഹകരണത്തോടു കൂടി അത്രയും സ്ഥലം അങ്ങനെ സംരക്ഷിക്കാൻ കൊണ്ട് കഴിഞ്ഞ് അത് അതിൽ പിന്നെ അഭിമാനിക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഇത് അംഗീകാരം അങ്ങനത്തേനൊന്നും പോകലില്ല. കഴിഞ്ഞ ഒഴിഞ്ഞ് മാറലാണ്. ഞങ്ങളവിടെ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊന്ന് മാറലാണ് സത്യത്തിൽ. അപ്പോൾ നിങ്ങൾ അതേമാതിരി ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഒരു ഇതുങ്ങളിലും ഉണ്ടായിരിക്കണം. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് നീർമരുന്ന് തൈകൾ വിതരണം ചെയ്തുകൊണ്ട് അവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി പ്രവർത്തകൻ നൂർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വരും തലമുറയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ റസാഖ് ഹാജി, JCI വനിതാ വിംഗ് ചെയർപേഴ്സൺ നജീബ എന്നിവർ ആശംസകൾ നേർന്നു. കോളേജിലെ ഒട്ടേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.